ഗാസയിൽ 2.5 വർഷക്കാലമായി തുടരുന്ന വംശഹത്യാ ആക്രമണത്തിൽ 72,000 പേരുടെ ജീവൻ ഇല്ലാതാക്കിയ കൊടും ക്രൂരതയിൽ പൊലിഞ്ഞതിലേറെയും കുഞ്ഞുമക്കളുടെ ജീവനുകളാണ്. മാതാപിതാക്കളെയും ഉറ്റവരെയും ആകെയുണ്ടായിരുന്ന കൂരയും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങളും അനവധി. ഇസ്രായേലിന്റെ ഏകപക്ഷീയ ആക്രമണം തീർത്ത മുറിവുകളുടെ വേദനകൾ മറക്കാൻ പല വഴികളും തേടുകയാണ് ഗാസക്കാർ. അവരിൽ കുട്ടികളാകട്ടെ അതിജീവനത്തിന്റെ പുതിയ ചരിത്രം തീർക്കുകയാണ്. മിസൈലുകളും ഷെല്ലുകളും തീർത്ത് തളർച്ചയിൽ നിന്നും മനസ്സും ശരീരവും കൂടുതൽ ശക്തമാക്കാൻ ആയോധന കലയാണ് നല്ലതെന്ന് അവർക്ക് ബോധ്യമായി. അങ്ങനെ ബോക്സിംഗ് ഗ്ലൗസ് അണിയാൻ അവർ തീരുമാനിച്ചു. അധിനിവേശ ആക്രമണം മൂലം കുടിയിറക്കപ്പെട്ട തെക്കൻ ഗാസയിലെ ഖാൻ യൂനൂസിൽ കഴിയുന്ന നിരവധി പെൺകുട്ടികളാണ് ബോക്സിംഗ് റിംഗിൽ പരിശീലനം നടത്തുന്നത്. മണലിൽ സ്ഥാപിച്ച താൽക്കാലിക ബോക്സിംഗ് റിംഗിൽ അവർ പരിശീലകന്റെ നിർദ്ദേശത്തിനനുസരിച്ച് കൃത്യമായ മെയ്വഴക്കത്തോടെ ചുവടുവെക്കുന്നു. മുൻപ് ഗാസ സിറ്റിയിൽ ബോക്സിംഗ് ക്ലബ് നടത്തിയിരുന്ന ഒസാമ അയൂബാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. ഗാസയിൽ ഉണ്ടായിരുന്ന ബോക്സിംഗ് ക്ലബ് തന്റെ വീടിനൊപ്പം ഇസ്രായേൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടു. തുടർന്നാണ് അയൂബ് ഖാൻ യൂനിസിൽ അഭയം തേടിയത്. തുടർന്ന് തന്നെപ്പോലെ കുടിയിറക്കപ്പെട്ട ആളുകൾക്ക് ഗുണപരമാകുന്ന നിലയിൽ തന്റെ കായികപരമായ കഴിവ് ഉപയോഗിക്കാമെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെയാണ് ക്യാമ്പിലെ പെൺകുട്ടികൾക്ക് ബോക്സിംഗ് പരിശീലനം നൽകാൻ അയൂബ് തീരുമാനിച്ചത്. ക്യാമ്പിനകത്ത് തന്നെ ബോക്സിംഗ് പരിശീലനം ഒരുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. യുദ്ധത്തിന്റെ ഞെട്ടലിൽ കഴിയുന്ന പെൺകുട്ടികൾക്ക് അതൊരു മാനസിക ആശ്വാസമായിരിക്കുമെന്ന് അയൂബ് പറഞ്ഞു. യുദ്ധക്കെടുതിയിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് കുട്ടികൾ. അവരിൽ പലർക്കും തങ്ങളുടെ കുടുംബത്തെ നഷ്ടമായി. കടുത്ത വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം ആവശ്യമാണ്. ഇതോടെ തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വഴിയായി അവർ ബോക്സിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് അയൂബ് കൂട്ടിച്ചേർത്തു. ആഴ്ചയിൽ 3 ദിവസം നൽകുന്ന സൗജന്യ ബോക്സിംഗ് പരിശീലനത്തിൽ 8-നും 19-നും ഇടയിൽ പ്രായമുള്ള 45-ലേറെ ബോക്സർമാരാണ് പങ്കെടുക്കുന്നത്. ഇതിന് മികച്ച പ്രതികരണമാണ് കുട്ടികളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്നത്. പരിശീലന സഹായത്തിന് ഗാസയിലെ മറ്റു ചില യുവ അത്ലറ്റുകളും അയൂബിനൊപ്പമുണ്ട്. ബോക്സിംഗ് റിംഗിൽ തിളങ്ങുന്ന കുട്ടികൾ തങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പങ്കുവച്ചു. ഭാവിയിൽ തന്റെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ബോക്സിംഗ് ചാമ്പ്യനായി മാറണമെന്നതാണ് തന്റെ അഭിലാഷമെന്ന് 14-കാരിയായ ഗസൽ റത്വാൻ പറഞ്ഞു. നിലവിലെ എന്നെ തന്നെ മാറ്റാനാണ് ഞാൻ ബോക്സിംഗ് പരിശീലിക്കുന്നത്. ഉള്ളിൽ ഉറഞ്ഞുകിടക്കുന്ന ഊർജം പുറത്തു കൊണ്ടുവരാനും ഭാവിയിൽ ചാമ്പ്യനാവാനും മറ്റു രാജ്യങ്ങളിലെ ചാമ്പ്യന്മാരുമായി മത്സരിച്ച് ലോകമാകെ പലസ്തീൻ പതാക ഉയർത്താനുമാണ് ബോക്സിംഗ് പരിശീലനമെന്നും കുട്ടികൾ പറഞ്ഞു. നിരവധി കുട്ടികൾ പരിശീലനത്തിനുണ്ടെങ്കിലും ആവശ്യമായ സൗകര്യങ്ങളും ഉപകരണങ്ങളും അയൂബിന്റെ ബോക്സിംഗ് കേന്ദ്രത്തിലില്ല. ഭാവിയിൽ ഈ സംരംഭം വിശാലമാക്കാനും അയൂബ് ഉദ്ദേശിക്കുന്നു. അതിനായി ലോകത്തിന്റെ സഹായം തേടുകയാണ് അയൂബ്. തങ്ങൾ മരം കൊണ്ടുവന്ന് ചതുരാകൃതിയിലുള്ള ബോക്സിംഗ് റിംഗ് നിർമ്മിച്ചു. പക്ഷേ മാറ്റുകളോ സുരക്ഷാ നടപടികളോ ഇല്ലെന്ന് പറഞ്ഞ അയൂബ് വിദേശ പരിശീലനം നേടാനും അവരുടെ ആത്മവിശ്വാസം ശക്തിപ്പെടുത്താനും മാനസിക പിന്തുണ നൽകാനും സഹായമുണ്ടാകണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഗാസ മുനമ്പിൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ കർശനമായ ഉപരോധം കായിക മേഖലയുടെ പുനർനിർമ്മാണത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ടെന്ന് മേഖലയിലെ ആളുകൾ പറയുന്നു. നിർമ്മാണ സാമഗ്രികൾ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പതിവായി തടയുകയാണെന്നും അവർ പറയുന്നു. ഗാസയിലെ യൂത്ത് ആൻഡ് സ്പോർട്സ് കൗൺസിലിന് ചൈന വാഗ്ദാനം ചെയ്ത ആർട്ടിഫിഷ്യൽ ടർഫ് എത്തിക്കാനുള്ള നീക്കം ഇസ്രായേൽ തടഞ്ഞതായി പലസ്തീൻ ന്യൂസ് ഏജൻസി വഫ റിപ്പോർട്ട് ചെയ്യുന്നു. മരുന്ന്, ഭക്ഷണം, ഇന്ധനം എന്നിവയുടെ ലഭ്യത പോലും കുറഞ്ഞിരിക്കെ പലസ്തീനിൽ എത്തിക്കുന്ന സാധനങ്ങളുടെ പട്ടികയിൽ കായിക ഉപകരണങ്ങൾ വളരെ കുറവാണെന്നും റിപ്പോർട്ട് പറയുന്നു. ഖാൻ യൂനൂസിലെ ടെന്റുകളിലും താൽക്കാലിക ഷെൽട്ടറുകളിലുമായി 10,000-കണക്കിന് ആളുകളാണ് അന്തിയുറങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.